ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ചിപ്പി പറയുന്നുണ്ട് ഇഷിതടുത്ത്, അമ്മേ നോക്ക്, അമ്മേനെ അച്ഛനും ഡാഡി വിഷമിപ്പിക്കാതെ ഇനി ഞാൻ നോക്കിക്കോളാം, ഈ പ്രാവശ്യം കൂടി ക്ഷമിക്കമ്മേ, ഞാനും ഡാഡിയും കൂടി വന്നിട്ട് അമ്മടുത്ത് മാറി മാറി വരാൻ വേണ്ടി പറഞ്ഞതല്ലേ, ദേ ഇത്രയും വാശിയൊന്നും പാടില്ല കേട്ടോ. അമ്മ വന്നേ മോളെ, നോക്ക്, മോളായിട്ട് ഒരു നിമിഷം പോലും അകന്നിരിക്കാൻ പാടില്ല, പിണങ്ങിയിരിക്കാൻ പാടില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ ആ കുടുംബത്തിലേക്ക് കയറി വന്നത്. ഇനി ആ കുടുംബത്തിലേക്ക് വരാൻ എനിക്ക് പറ്റില്ല മോളെ, ഞാൻ മരിച്ചതിന് തുല്യമാണ്, അമ്മ ഇപ്പൊ വെറും ജഡം മാത്രമാണ് എന്നൊക്കെ പറയാണ്. മോൾ പോയിക്കോന്ന് പറയുമ്പോഴേക്കും, അച്ഛേ, അമ്മയും ഡാഡി ഇല്ലാത്ത ആ വീട്ടില് ഞാനെതിരാ നിക്കണത്, അമ്മയും ഡാഡി ഒരുമിച്ചില്ലാത്ത ആ വീട്ടിലേക്ക് ഞാനിനി നിക്കുന്നില്ല, ചിപ്പി പോകുക, മോളെ ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേക്ക്, വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിപ്പി അവിടെ നിന്ന് പോകുകയാണ്. ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇഷിത ആകെ വിഷമിച്ച് അങ്ങനെ നിക്കുവാട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ കൈലാസിനെയാണ്. കൈലാസ് അങ്ങനെ ജയിലിൽ ഇങ്ങനെ കിടക്കുവാട്ടോ. കൈലാസിനോടൊരു പോലീസുകാരൻ പറയണ്ട, എടോ തന്നെ കാണാൻ വേണ്ടി ഒരാള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുക കേട്ടോ. വരുന്നത് മഞ്ജിമയാണ്. ആ മഞ്ജിമ, നീ വന്നോ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കായിരുന്നു, എന്റെ ഹൃദയത്തിന്റെ വിളി നീ കേട്ടല്ലോ മഞ്ജിമേ, നീ വന്നല്ലോ എന്ന് പറയുമ്പോൾ തന്നെ മഞ്ജിമ പൊട്ടിക്കരയാണ്. ഞാൻ ആര് പറഞ്ഞത് വിശ്വസിക്കണം, ആരുടെ കൂടെ നിൽക്കണം, എനിക്കൊന്നും അറിയില്ല മഞ്ജിമേ, ഞാൻ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ചതാണ് നിന്നൊരിക്കലും ഞാൻ ചതിക്കില്ല മഞ്ജിമേ, എനിക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ ഒരു പെണ്ണിന്റെ പുറകിലും പോയിട്ടുമില്ല, നോക്കിയിട്ടുമില്ല, നിനക്കതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ, എന്നിട്ടും ആ വീട്ടിലെല്ലാരും കൂടി എന്നെ കുറ്റക്കാരനാക്കി. പെങ്ങളെ പോലെ കരുതിയുന്ന ഇഷിത, അവളുടെ കൂടെ ആ വീട്ടിലുള്ള എല്ലാവരും നിന്നത്. അല്ലെങ്കിലും അങ്ങനെയാണെങ്കിലോ, ആണുങ്ങളുടെ ഭാഗത്ത് ഒന്നും നിൽക്കില്ല, കേൾക്കില്ല, പെണ്ണെന്താ പറയണത് അത് മാത്രമേ ഈ ലോകം വിശ്വസിക്കുള്ളൂ. എന്തായാലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല മഞ്ജിമേ, എനിക്കതിന്റെ ആവശ്യമില്ല, എനിക്കെന്റെ ഭാര്യയില്ലേ, പിന്നെ ഞാനിതിനെ തെറ്റ് ചെയ്യണത് മഞ്ജിമേ എന്ന് ചോദിക്കുമ്പോ, കൈലാസേട്ടന്റെ കൂടെ ഞാനുണ്ട് കൈലാസേട്ടാ, മഞ്ജിമേ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ തെളിയിക്കും, അതിനുശേഷം ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോകും മഞ്ജിമേ, ഇനി നമുക്ക് ആ വീട് വേണ്ട, അതുവരെ നീ ആ വീട്ടിൽ തന്നെ നിൽക്കണം, ഞാൻ വരുന്നവരെ കേട്ടോ. ശരി എന്ന് പറയാണ്. അതിനുശേഷം മഞ്ജിമ നേരെ പോണത് ജോർജ് എസ് ഐന്റെ അടുത്താട്ടോ. സാറേ സാറേ എന്ന് പറഞ്ഞിട്ട് ഓടി പുറകിലേക്ക് പോകുവാണ്. സാറേ ഞാൻ മഞ്ജിമയാണ്, എന്റെ ഭർത്താവാണ് കൈലാസ്, എന്റെ കൈലാസേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, സാറേ കൈലാസേട്ടൻ ഒരു തെറ്റ് ചെയ്യാനും പറ്റത്തില്ല സാറേ എന്ന് പറയാണ്. അതെ, ലോകത്തുള്ള എല്ലാ ഭാര്യമാരുടെ വിചാരം ഇങ്ങനെയാണ്, സ്വന്തം ഭർത്താക്കന്മാരും ഒരു തെറ്റും ചെയ്യില്ല, എന്നിട്ട് അവരെ കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിക്കും. എടോ മഞ്ജിമേ, ഞാൻ ഈ കൈലാസ് എന്ന് പറഞ്ഞ ഒരു അവന്റെ എല്ലാ ചരിത്രവും ഭൂമിശാസ്ത്രവും തികഞ്ഞു നോക്കി, അവനെ ഒരു വൃത്തികെട്ടവനാണ്, അവന്റെ പേരിൽ എന്തുമാത്രം ചെയ്ത തെറ്റുകളാ ഉള്ളതെന്ന് അറിയാവോ, അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് താൻ പറയാൻ നിൽക്കണ്ട. അതെ, ഐഷിത, അവള് ചെറുപ്പക്കാരിയാണ്, അവള് കാരണമാണ് എന്റെ കൈലാസേട്ടൻ അകത്ത് കിടക്കണത്. ഓഹോ, ഇഷിത ചെറുപ്പക്കാരിയാണ്, അപ്പൊ നിങ്ങളെന്താ വയസ്സായോ? അയ്യോ സാറേ അങ്ങനെയല്ല, അവള് പറഞ്ഞതല്ലേ എല്ലാരും കേൾക്കുള്ളൂ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, തന്റെ ഭർത്താവ് കൈലാസിന്റെ പേരിലെ ഒരു രണ്ട് കേസുകളാണ് ഇപ്പൊ മുഖ്യമായിട്ടുള്ളത്, ഒന്ന് സ്ത്രീ പീഡനം, ഒന്ന് മയക്കുമരുന്ന്. സ്ത്രീ പീഡനത്തിന്റെ കേസ് ഇഷിത വിചാരിച്ചിട്ട് പിൻവലിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ മയക്കുമരുന്ന് ഇതെങ്ങാനും നാളെ കോടതി പോയാലുണ്ടല്ലോ, തന്റെ ഭർത്താവിനെ റിമൈൻഡ് ചെയ്യും, പിന്നെ തന്റെ ഭർത്താവിനെ ഒരിക്കലും പുറം ലോകം കാണാൻ പറ്റില്ല. തന്റെ സങ്കടം കണ്ടിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അയ്യോ സാറേ, എന്റെ ഭർത്താവിന് പ്രഷറും ഷുഗറൊക്കെ ഒരുപാടുള്ളതാണ് സാറേ. അതെ അതെ, അവന് പ്രഷറും ഷുഗറും നന്നായിട്ടുണ്ട്, അതാണല്ലോ ജയിലിൽ കിടക്കേണ്ടി വന്നത്. അയ്യോ സാറേ അങ്ങനൊന്നും പറയല്ലേ സാറേ, എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, സാറ് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റില്ലേ? അതിനുള്ള പോംവഴി ഞാൻ പറഞ്ഞത് ഇഷിത വിചാരിക്കണം. പിന്നെ ഇഷിത മാന്യമര്യാദയൊക്കെ ജീവിക്കണ ഒരു ഡോക്ടറാണല്ലോ, അവര് ഇതിനിപ്പോ ഇടപെടുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ശ്രമിച്ചു നോക്ക്, കേസ് പിൻവലിക്കാൻ പറ്റുമെന്ന്. ഞാനൊരു വഴി പറഞ്ഞതേ ഉള്ളൂ, പിന്നെ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ജോർജ് എന്ന് പറഞ്ഞ പോലീസുകാരൻ അവിടെ നിന്ന് പോകുവാട്ടോ. അത് കണ്ടിട്ട് മഞ്ജിമ അവിടെ തന്നെ നിന്നിട്ട് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കണ അശ്വിതേനെയാണ്. അശ്വിത അങ്ങനെ വർക്കിന് പോകാൻ വേണ്ടി ബാഗൊക്കെ എടുത്തിട്ട് അവിടെ പോകുന്ന സമയത്ത് മനസ്സുനെ വിളിക്കുന്നുണ്ട്. എടി അശ്വിതേ, നിന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ട് വേണ്ടി ഞങ്ങൾ അറിയാനായിട്ട്. ഹോ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ വള്ളിയും പുള്ളിയും തെറ്റാതെ നീ പോയി പറയാറുണ്ട്, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം അറിയാനായിട്ടല്ലേ, നിന്റെ അനിയത്തിക്ക് വല്ല നാണം ഉണ്ടോടി എന്ന് ചോദിക്കുകയാണ്. ദേ, അവളെ കുറിച്ച് അനാവശ്യം പറയരുത്, അവളെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നിന്റെ നാക്ക് ചലിക്കുള്ളൂ, അതുകൊണ്ട് തന്നെ അവളുടെ പേര് പറഞ്ഞത്. എന്താ എന്താ അമ്മ കാര്യം എന്ന് പറഞ്ഞിട്ട് മഹേശ്വർ വരുന്നുണ്ട് കേട്ടോ. എടാ അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എടാ അമ്മേ, ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടായില്ലല്ലോ. നീ 2 ദിവസം ഉണ്ടായിരുന്നില്ല, ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, നിനക്കൊരു വിശേഷം അറിയാൻ പറ്റില്ലല്ലോ. എന്താ അമ്മ കാര്യം? അമ്മ കാര്യം പറ. എടാ ഇവന്റെ പെങ്ങളുണ്ടല്ലോ, എന്താ ഉള്ള പേര്? ഇഷിത, അവിടെ 2 ദിവസം ജയിലിലായിരുന്നു. ജയിലിലായിരുന്നു.
ഒരു ദിവസം എന്താ തോന്നുന്നു, അവളെ ആ വീട്ടിൽ ഉണ്ടുറങ്ങുന്ന ഒരുത്തനുണ്ടല്ലോ, കൈലാസ്, അവനെ കയറി പിടിച്ചു എന്ന് രാത്രി. എന്നിട്ട് അവനെ റൂമിലിട്ട് പൂട്ടി. എന്നിട്ട് എല്ലാരും വന്നപ്പോഴേക്കും അവൾ അവനെ പിടിച്ചു എന്നായി പറച്ചില്. ഒന്നും പറയണ്ട. എടാ, എന്തൊക്കെ പറയാൻ നിനക്കൊരു ഭാഗ്യം കേട്ടോ. നീ അവിടെ പോയി നിക്കാത്ത ഭാഗ്യം, ഭാര്യ വീട്ടിൽ പോയി നിക്കാത്തത്. അല്ലെങ്കിൽ നിന്നെയും കയറി പിടിച്ചാനെ. അവളൊരു നരമ്പ് രോഗിയാണ്. ഏതാണ്ണ കണ്ടാലും കയറി പിടിക്കുന്ന നരമ്പ് രോഗി. അമ്മേ, ദേ അനാവശ്യം പറയരുത് എന്ന് അഷിത പറയാണ്. വേഗം തന്നെ മഹേഷ് അഷിതയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്താടി കേൾക്കുന്നത്? അമ്മ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ? ഇഷിത അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള പെൺകുട്ടിയൊന്നുമല്ല എന്ന് അഷിത പറയാണ്. മനസ്സിന് പറയണ്ട്, എടി അഷിത, ബാക്കി കൂടി പറഞ്ഞു കൊടുക്ക്. ഇവളുടെ അനിയത്തി ഒരു ദിവസം ഫുൾ ജയിലിൽ കിടന്നടാ. അതെന്തിനാ ജയിലിൽ കിടന്നത്? ഇനിയും പറയാനുണ്ട് അവളുടെ ഒരു ഗുണങ്ങളൊക്കെ. അവളും അവളുടെ കൂട്ടുകാരത്തെയും കൂടി ലഹരി പാട്ടയെ കഴിഞ്ഞ് രാത്രി വരുന്ന സമയത്ത് പോലീസ് പൊക്കി. വണ്ടിയിലെ ലഹരി ഉണ്ടായിരുന്നു. അവളുടെ അനിയത്തിനെ ജയിലിലാക്കി ഒരു ദിവസം ഫുള്ളും. അമ്മേ, എന്നിട്ട് നമ്മളിതൊന്നും അറിഞ്ഞില്ലല്ലോ. സാധാരണ ഇങ്ങനത്തെ ന്യൂസൊക്കെ മീഡിയക്കാരെ ആഘോഷമാക്കണതല്ലേ. ആ മഹേഷിന് ഒരു അനിയനുണ്ടല്ലോടാ, വിനോദ് മാളിയേക്കൽ. അവന് രാഷ്ട്രീയത്തിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ. അവന് പുഷ്പം പോലെ അവളെ ഇറക്കി കൊണ്ടുവന്നു. പിന്നെ അവന്റെ കാര്യമൊന്നും പറയണ്ട. മഹേഷാണ് ഇഷിതനെ കെട്ടിയതെന്ന് പറയുന്നു. പക്ഷെ ഏത് നേരം വിനോദിന്റെ കൂടെയാണ് അവള്. അവനാണ് അവളെ വെച്ചോണ്ടിരിക്കണേന്നൊക്കെയാണ് കേൾക്കണത്. ഛേ അമ്മേ, അനാവശ്യം പറയരുത്. ഞാൻ എന്തനാവശ്യം പറഞ്ഞത്? സത്യല്ലേ പറഞ്ഞത്? വിനോദ് അവളുടെ കൂടെ തന്നെയല്ലേ എടി എപ്പോഴും എന്ന് പറയാണ്. അമ്മേ, നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ അനിയത്തിനെ കുറിച്ച് അനാവശ്യം പറയരുത്, കേട്ടല്ലോ എന്ന് അഷിത പറഞ്ഞു തീരും മുമ്പേ മനസ്സുനി അഷിതയുടെ മുഖം നോക്കി ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാട്ടോ. ആ അടി കിട്ടുമ്പോ തന്നെ അഷിത അവിടെ ഇരുന്ന് കരയുവാണ്. എടി, നിന്റെ പിടി എന്റെ കയ്യിലായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അനിയത്തിനെ പോലെ നീയും മതിൽ ചാടി വൻമരത്തിലും കയറി പിടിച്ചാന് എന്നൊക്കെ അഷിത എടുത്ത് പറയാണ്. ശേഷം അഷിത അവിടെ നിന്ന് എഴുന്നേറ്റ് ബാഗ് എടുത്തിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകാട്ടോ. മനസ്സിനെടുത്ത് മഹേശ്വർ പറയുന്നുണ്ട്, അമ്മേ, ദേ അവള് പോയി. ഇനിയുള്ളത് പറയാമേ. ശരിക്കും ഇഷിതയുടെ പേരിൽ അങ്ങനത്തെ കേസൊക്കെ ഉണ്ടായിരുന്നോ? ഇത് കള്ളക്കഥയല്ലേ അമ്മേ? നാണം കെട്ടവനെ. നിന്റെ അനിയൻ മാധവ് അവളുടെ പുറകെ മണം പിടിച്ചു പോയ പോലെ നിനക്കും മണം പിടിച്ചു പോകണമെന്ന് ആഗ്രഹം ഉണ്ടോടാ? കേറി പോടാകത്ത് എന്ന് പറയാണ്. അങ്ങനെ മഹേശ്വർ കേട്ട പാടി കേൾക്കാത്ത പാതി അകത്തേക്ക് ഓടി പോകുവാട്ടോ. മനസ്സിനെ പുച്ഛത്തോടു കൂടി തന്നെ അവിടെ തന്നെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്ന മഞ്ജിമേനെയാണ്. മഞ്ജിമ അങ്ങനെ കരഞ്ഞുകൊണ്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. വാതിൽ തുറന്ന് കയറി വരുന്നതും സ്വപ്നം വലിയ ചോദിക്കണ്ട, മോളെ, നീ സ്റ്റേഷനിലേക്ക് പോയിരുന്നോ? അവനെ കണ്ടിരുന്നോ? അമ്മേ, കൈലാസേട്ടന്റെ ആ കാഴ്ച സഹിക്കാൻ പറ്റില്ല അമ്മേ. എന്റെ ഭർത്താവ് മാത്രമല്ല, ഈ കുടുംബത്തിലെ മരുമകൻ കൂടി ആ ജയിലിൽ കിടക്കണത്. അല്ല മോളെ, അവനെ പുറത്തിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ജാമ്യത്തിനെടുക്കാൻ പറ്റില്ലേ? എങ്ങനെയാമ്മേ ജാമ്യത്തിനെടുക്കുക? അങ്ങനത്തെ ഒരു കേസാണോ കൈലാസേട്ടന്റെ തലയിൽ ആ വൃത്തികെട്ടവള് കെട്ടി വെച്ചിരിക്കുന്നത്? സ്ത്രീ പീഡനോ മയക്കുമരുന്ന് കേസും അല്ലേ? മയക്കുമരുന്ന് കേസിൽ പിന്നെ തെളിവില്ലാന്ന് പറഞ്ഞിട്ടെങ്കിലും പുറത്തേക്ക് ചാടാം. പക്ഷേ പീഡന കേസിന് എന്റെ ഭർത്താവ് എങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങുക? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. ഒരു തെറ്റും ചെയ്യാതെ കൈലാസേട്ടൻ കിടക്കുന്ന കിടപ്പ് സഹിക്കാൻ പറ്റില്ല. അല്ല, ആരെങ്കിലും വിചാരിച്ചാൽ അവനെ ജാമ്യത്തിൽ എടുക്കാൻ പറ്റില്ല മോളെ. ആര് വിചാരിക്കണമേ? ഈ കുടുംബത്തില് രണ്ടാണുങ്ങളുണ്ട്. രണ്ടും ഇഷിതയുടെ കൂടെയാണല്ലോ നിക്കണത്. പിന്നെ അവൻ ആ മഹേഷ് ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അവളുടെ പിന്നാലെ പോയിരിക്കുക, കയ്യും കാലം പിടിച്ച് കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. ഇങ്ങനത്തെ ഒരു മരുമകളെ അമ്മക്ക് വേണോ അമ്മേ? അവൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അമ്മ സമ്മതിക്കോ? അവൾ ഇങ്ങോട്ട് കേറ്റോ അമ്മേ എന്ന് പറയുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ സ്വപ്നവലിക്ക് ദേഷ്യം വരുവാണ്. സ്വപ്നവലി, എടാ മഹേഷേ, എടാ മഹേഷ്, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് മഹേഷിനെ വിളിക്കുകയാണ്. മഹേഷ് വാതിൽ തുറന്ന് സ്വപ്നവലിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എടാ, നിന്റെ കൂടപ്പിറപ്പല്ലേടാ ഇവള് വിഷമിക്കണത് നീ കണ്ടൂടെ എന്ന് പറയാണ്. ആ കൈലാസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാടാ അവനെ ഇങ്ങനെ ജയിലിട്ടേക്കണത്? അമ്മ എന്താമ്മ ഈ ചേച്ചി പറഞ്ഞത് കേട്ട് ഇങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണോ? ദേ, ഇവളുടെ ഭർത്താവ് ഒരു നിരപരാധിയെ നമുക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? അയാളല്ലാത്ത തെറ്റിനും കാരണം. ആ ഇഷിതിനെ അമ്മ മരുമകളായിട്ടൊന്നും കാണണ്ട, ഒരു പെണ്ണായിട്ടെങ്കിലും കണ്ടൂടെ അമ്മേ? അവൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോ അമ്മക്ക് എങ്ങനെയാ അമ്മ ഇവളുടെ കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പോഴേക്കോ പെട്ടെന്ന് തന്നെ മഞ്ജു പറയണ്ട്, എടാ, നിനക്ക് എങ്ങനെ തോന്നുന്നുണ്ട് എന്റെ ഭർത്താവിനെ കള്ളനാക്കാൻ വേണ്ടി? എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എടാ, അപ്പോ ചേച്ചി ഇപ്പോഴും ആ ഭർത്താവിനെ വിശ്വസിക്കുകയാണല്ലേ? ഇത് തന്നെയാ ചേച്ചിയുടെ പോലെ പെമ്പിള്ളേരുടെ കുഴപ്പം. ഭർത്താക്കന്മാരെ എന്ത് തെറ്റ് ചെയ്താലും കണ്ണടച്ച് അങ്ങനെ നിൽക്കും. തന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല, എങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാ ഭർത്താക്കന്മാരെ എല്ലാ കുഴപ്പത്തിനും കാണാം. ചേച്ചി സംശയിക്കുന്നിടത്ത് സംശയിക്കണം ചേച്ചി എന്ന് പറയാണ്. എടാ, എന്റെ കൈലാസേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ്. എല്ലാത്തിനും കാരണം അവളാ, ആ ഇഷിത എന്ന് പറഞ്ഞവള്. പിന്നെ എങ്ങനെയാടാ അവളുടെ ഫോണിൽ നിന്ന് മെസ്സേജ് എന്റെ ഭർത്താവിന്റെ ഫോണിലേക്ക് പോയത്? ദേ, കൈലാസേട്ടന് എടുത്ത് മെസ്സേജ് അയച്ചാന്ന് മാത്രം നീ പറയരുത്. അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഈ മഞ്ജിമ എന്ന് പറയാണ്. ചേച്ചി അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുമ്പോ, എടാ, എന്റെ കൈലാസേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല, ഇത് പറയാനുള്ള യോഗ്യത നിനക്കില്ലടാ എന്ന് പറയാണ്. നിന്റെ ആദ്യ ഭാര്യ കൂട്ടുകാരന്റെ കൂടെ ഓടിപ്പോയതല്ലേടാ, എന്നിട്ടാണോ
ഒരുത്തിന്റെ കൂടെ ഓടിപ്പോയി, അത് നിന്റെ കൂട്ടുകാരന്റെ കൂടെ. ദേ രണ്ടാമത്തെ ഭാര്യ എന്റെ ഭർത്താവിന്റെ കൂടെ ഓടിപ്പോവാൻ വേണ്ടി നോക്കി, എന്നിട്ടും അവളുടെ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക നീ. ചേച്ചി ഇതിനൊന്നും മറുപടി ഞാൻ പറയില്ല, ചേച്ചിക്ക് പറയാനുള്ളത് എല്ലാം ചേച്ചി പറയണം എന്ന് മഹേഷ് പറയാണ്. സ്വപ്നവലി പറയണ്ട്, എടാ ഈ വീട്ടിലെ മൂത്ത ആൺകുട്ടി നീയാണ്, നീ വിചാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ഓ അപ്പൊ അമ്മ പറയണത് ഇഷിത ഇനി ആ കേസ് പിൻവലിച്ച് കൈലാസിനെ കൂടെ കൊണ്ടുവരുമെന്നാണോ? ഇല്ലമ്മേ, അത് ഞാൻ ഒരിക്കലും അവൾക്ക് പറയില്ല. നിങ്ങൾ വേണമെങ്കിൽ അവളെ കാല് പിടിച്ച് പറയോ, എന്താ കരഞ്ഞു പറയോ, എന്തെങ്കിലും ചെയ്തോ, ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും. കണ്ടോ ഇവൻ പറയണത്, ഇവന്റെ ഭാര്യയുടെ കാല് പോയി നമ്മള് പിടിക്കണോന്ന്. ഇല്ലടാ, ഒരിക്കലും നിന്റെ ഭാര്യയുടെ കാല് ഞങ്ങൾ പിടിക്കില്ലടാ. പിടിച്ചാലും ചിലപ്പോൾ അവള് ക്ഷമിക്കൊന്നുമില്ല, കാരണം മുറിവേറ്റ പെണ്ണ അവള് മാത്രല്ല, ലോകത്തെ ഏത് നല്ല പെണ്ണാണെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം ക്ഷമിക്കില്ല അമ്മ എന്ന് പറയാണ്. എടാ നോക്ക്, ഈ കുടുംബത്തിന് അപമാനം ഉണ്ടാകും, അത് നീ ആലോചിക്കണം അമ്മേ. എന്റെ ആദ്യ ഭാര്യ ഒളിച്ചോടി പോയ കഥ ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ, അത്രത്തോളം അപമാനമൊന്നും ഈ കാര്യത്തിൽ എനിക്കില്ല. പിന്നെ ഞാൻ ഈ കാര്യം ക്ഷമിച്ചു കഴിഞ്ഞാലേ സ്വന്തം ഭാര്യനെ ഒരുത്തിന്റെ കൂടെ അടിയറവ് വെച്ച ഒരുത്തൻ എന്ന് പറഞ്ഞ ചീത്തപ്പേര് എനിക്ക് ഉണ്ടാവും. അങ്ങനത്തെ ചീത്തപ്പേര് എനിക്ക് വേണ്ടമ്മേ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകുവാണ്. എന്റെ ഭർത്താവിന് ആർക്കും വേണ്ടെങ്കിൽ എന്റെ ഭർത്താവ് ജയിലിൽ തന്നെ കിടക്കട്ടെ, പക്ഷെ ഈ വീട്ടിൽ ആരും സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി ഈ മഞ്ജിമ സമ്മതിക്കില്ല. ഇനി കാണാം മഞ്ജിമയുടെ കളി എന്ന് പറഞ്ഞിട്ട് മഞ്ജിമ അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ്. ഇഷിത ഇങ്ങനെ ഫ്ലാറ്റ് ഇരിക്കുന്ന സമയത്ത് സുചിത്ര വരുന്നുണ്ട്. ചേച്ചി ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ആരാ? ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു, ഞാൻ ലീവ് വിളിച്ച് പറഞ്ഞതാണല്ലോ. ഓ അക്കൗണ്ട് സെക്ഷനിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോൺ എടുക്കാൻ പോകുമ്പോഴേക്കും അവിടേക്ക് പ്രിയാമണി മാഷ് വരുവാണ്. മോളെ ഉപദേശിക്കാൻ ഞങ്ങൾ ആളല്ല എന്തെങ്കിലും പറയാണ്. ചിപ്പി വരെ മോളുടെ കാല് പിടിക്കാൻ വേണ്ടി വന്നു. ആ കുട്ടി ചെറിയ കുട്ടിയാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുന്ന കുട്ടിയാ. മോൾക്ക് ഉണ്ടാകുന്ന അപമാനം ചിലപ്പോൾ അവൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ അവള് മോളെ വിളിക്കാൻ വേണ്ടി വന്നില്ലേ, മഹേഷ് വന്നില്ലേ, മോൾ ഇനിയെങ്കിലും അവരോടൊന്ന് ക്ഷമിച്ചൂടെ അച്ഛാ? ഞാൻ എല്ലാം ക്ഷമിക്കാം, പക്ഷെ എനിക്കുണ്ടായ സ്ത്രീത്വത്തിനുണ്ടായ അപമാനം അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നില്ല അച്ഛാ. മയക്കുമരുന്ന് കേസിൽ ഞാൻ ഒരു ദിവസം ജയിലിൽ കിടന്നു, അതിനെ ക്ഷമിക്കാം. പക്ഷെ മഹേഷ് പറഞ്ഞ ആ ഡയലോഗ്, എങ്ങനെയാണ് എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് കൈലാസ് അളിയന്റെ ഫോണിലേക്ക് പോയത് എന്നുള്ള ചോദ്യം, എന്നെയാണോ മഹേഷിന്റെ വിശ്വാസം, അതോ വെറും ഒരു ഇലക്ട്രോണിക് ഉപകരണത്തെയാണോ മഹേഷിന്റെ വിശ്വാസം എന്ന് ചോദിക്കുമ്പോ നമ്മുടെ സുചിത്ര പറയണ്ട, ചേച്ചി അത് മഹേഷിന്റെ ആ ഒരു അവസ്ഥയിൽ ചോദിച്ചതായിരിക്കും, ചേച്ചിക്ക് അത് ക്ഷമിച്ചൂടെ? വേണ്ട, ആരും മഹേഷിനെ ന്യായീകരിക്കണ്ട. എനിക്കുണ്ടായ അപമാനം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ശരി, നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ക്ഷമിച്ച് വേണമെങ്കിൽ ആ വീട്ടിലേക്ക് പോകാം. അപ്പോഴേക്കും പ്രിയാമണി, മോളെ നോക്ക്, മോള് ഒറ്റക്ക് പോകണ്ട, മോള് വലിഞ്ഞു കയറി വന്ന രീതിയിൽ സ്വപ്നവല്ലി സംസാരിക്കും, ഞാൻ വരാം, അല്ലെങ്കിൽ ചിപ്പി ഉണ്ടല്ലോ, ചിപ്പിയുടെ കൈ പിടിച്ച് മോള് 101 പോണം. മോളെ ഒരു പിണക്കം ഒരുപാട് നാൾ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല, പിന്നെ ഒരു അറപ്പായിട്ട് മാറും. പിന്നെ പിണങ്ങിയത് എന്താണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ രണ്ടുപേരും മാറിപ്പോകും. ഡിവോഴ്സിലേക്ക് പല ബന്ധങ്ങളും പോണത് ഈ ഒരു കാരണം കൊണ്ടാ മോളെ. ദേ ചിപ്പിയുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, ചിപ്പിയായിട്ട് തന്നെ മോൾ ആ വീട്ടിലേക്ക് പോകും. അല്ല, ചിപ്പി ഇവിടെ നിന്ന് പോയത് 101 തന്നെയാണോ മാഷെ? ആ കുട്ടിയെ മട്ടും പോക കണ്ടിട്ട് എനിക്ക് തന്നെ ആകെ പേടിയായി പോയി. പ്രിയാമണി പറഞ്ഞത് കേട്ട് എനിക്കും ആകെ ടെൻഷനാവാ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മാഷെ പുറത്തേക്ക് ഇറങ്ങി പോകുവാട്ടോ. ഇഷിതക്കും ആകെ ടെൻഷനാവുണ്ട്. ഈശ്വര, ഇനി ചിപ്പി പോയത് 101 അല്ലേ എന്ന രീതിയിൽ ഇഷിതക്കും ആകെ ടെൻഷൻ ആവുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മാഷാണെങ്കിൽ മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോയിട്ട് ചിപ്പിനെ അന്വേഷിക്കുന്നുണ്ട്. ചിപ്പി അവിടെ ഒന്നും ഇല്ലെന്നുള്ള സത്യം സ്വപ്നവല്ലി മഹേഷ് മനസ്സിലാക്കാണ്. അവര് പുറത്തിറങ്ങി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഞ്ജിമ പുച്ഛത്തോടു കൂടി തന്നെ സ്വപ്നവല്ലി പറയണ്ട്, അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കാണുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് മഞ്ജിമ അവിടെ തന്നെ നിൽക്കുവാട്ടെ. ആ കുഞ്ഞ് കാണാതായത് പോലും മഞ്ജിമക്ക് ഒരു കുഴപ്പമില്ല. കൈലാസ് ആണെങ്കിൽ ജോർജിനോട് പറയുന്നുണ്ട്, സാറേ എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തിറക്കണം, എന്നെ ഇവിടുന്ന് പുറത്തിറക്കാൻ അതിന്റെ ഗുണം സാറിനും ഉണ്ടാകും എന്ന് പറയുമ്പോ, എടാ നിന്നെ പുറത്തിറക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല, പക്ഷെ സാധിക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകാശിനെ കാണിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഇഷിതയും മഹേഷും കൂടി റോഡ് മൊത്തം ചിപ്പീനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവാട്ടോ. മനസ്സ് വേദനിച്ച അവള് പോയത് എന്ന് മഹേഷ് പറയുന്നുണ്ട്. ഇഷിതാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മോളെ റോഡിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് പ്രൊമോയില് കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.